ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ധനുഷും സ്നേഹയും സേതുവിൻ്റെ അരികിലേക്ക് വരുന്നു. അവിടെ എല്ലാവരും ഉണ്ട്. എന്നിട്ട് ധനുഷ് ഇപ്പോൾ ധനുഷിൻ്റെ അഭിപ്രായം എല്ലാവരോടുമായി പറയുന്നുണ്ട്. അതിനെ അനുകൂലിക്കുകയാണ് സ്നേഹയും. എന്നാൽ ധനുഷ് ഈ പറയുന്നത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. ധനുഷ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വിവാഹം വേണ്ട. കാരണം അനൂപും ആതിരയുമെല്ലാം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ആതിരയ്ക്ക് കൂട്ടു നിൽക്കുകയാണ് സന്ദീപും. അതുകൊണ്ട് ഈ വിവാഹത്തിന് അവരുടെ വീട്ടുകാരും കാണില്ല. ഇപ്പോൾ ഈ വിവാഹം വേണ്ട, ഞാൻ എൻ്റെ കുടുംബക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്നും പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ അനഘ അവിടേക്ക് വന്ന് പറയുന്നു, അങ്കിൾ പറഞ്ഞതിലെ കാര്യമുണ്ട്. അവരിങ്ങനെയൊരു അവസ്ഥയിലായിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയൊരു മംഗളകർമ്മം നടത്തുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. സച്ചേട്ടനും അർച്ചനയെടുത്തേയും എങ്ങനെയാ സന്തോഷത്തോടെ ഇതിൽ പങ്കെടുക്കുന്നത്? ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാര്യമല്ല, സന്ദീപിന് പോലും വരാൻ പറ്റാത്ത സാഹചര്യം. സ്നേഹയുടെ ആവശ്യത്തിന് സന്ദീപ് ഇല്ലെങ്കിൽ പിന്നെ വേറെ ആരുണ്ടായിട്ട് എന്താ കാര്യമെന്ന് അർച്ചനയും പറയുന്നു. വിവാഹം കഴിക്കുന്നവർ തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് അത് കുറച്ചുകൂടി നീട്ടിവെച്ചൂടെ അച്ഛാ എന്ന് സച്ചിയും പറയുന്നു. അർച്ചന ഇന്നലെ ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു. അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്തു. ജോത്സ്യനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വിവാഹം ഈ സമയത്ത് നടന്നില്ലെങ്കിൽ പിന്നെ ഇപ്പോഴൊന്നും നടക്കില്ല എന്നാണ്. പിന്നീട് നമ്മളായി നടത്തിയാൽ അത് പിന്നീട് വലിയൊരു ദോഷമായി മാറുകയും ചെയ്യും. ഞാൻ ഈ കാര്യം മാഷിനെ അറിയിച്ചപ്പോൾ അവരുടെ കാര്യം നോക്കണ്ട എന്നും വിവാഹം നടക്കട്ടെ എന്നുമാണ് മാഷ് എന്നോട് പറഞ്ഞത്. ആതിരയുടെ കാര്യം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അപ്രതീക്ഷിതമായി ഞെട്ടിയത് അനൂപിന്റെ കാര്യത്തിലാണ്. അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അനൂപ് പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ വരാൻ കുറേ നാളെടുക്കും. അതുവരെ വിവാഹം നീട്ടിവെക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് ധനുഷിന്റെ കുടുംബത്തെ മുഴുവനും ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ആകില്ലേ? ധനുഷിനെ ഇങ്ങനെ തോന്നിയതും വന്ന് പറഞ്ഞതും നല്ല കാര്യമാണ്. ആ വലിയ മനസ്സ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ നിവർത്തികേടാണ് ഞാൻ പറഞ്ഞത് എന്ന് സേതു പറയുന്നു. ഇപ്പോൾ അവിടേക്ക് നന്ദൻ വന്നിരിക്കുന്നു. എന്താ അച്ഛാ, എല്ലാവരും കൂടി തിരക്കിട്ട ചർച്ചയിലാണല്ലോ എന്നൊക്കെ നന്ദൻ. ഒന്നുമില്ല മോനെ, മാഷും കുടുംബവും ആശുപത്രിയിലായോണ്ട് അവർക്ക് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ധനുഷടക്കം ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായം വിവാഹം നീട്ടിവെക്കാമെന്നാണ്. പക്ഷേ ജോത്സ്യൻ പറയുന്നത് ഇപ്പോൾ തന്നെ വിവാഹം നടക്കാം എന്നാണ്. പക്ഷേ മാഷും പറഞ്ഞത് വിവാഹം നടക്കട്ടെ, കുഴപ്പമില്ല എന്നാണ്. എന്താണ് നിന്റെ അഭിപ്രായം? ഇവരെയൊക്കെ പോലെ തന്നെ ഞാനും ഇതിനെപ്പറ്റി ആലോചിച്ചതാണ്. പക്ഷേ ജോത്സ്യൻ്റെ വാക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതിനു പുറമെ കുറേ കാര്യങ്ങൾ വേറെയുണ്ട്. അതൊന്നും വിവാഹം നീട്ടിവെക്കുന്നതിന് തടസ്സമല്ലെങ്കിലും നിസ്സാരമായി എടുക്കാവുന്നതല്ല. വിവാഹം നടത്താനും അത് കഴിഞ്ഞുള്ള സൽക്കാരത്തിനും അമ്പലവും ഹാളും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. വാഹനങ്ങൾ, ഇവന്റ് ടീംസ്, ഭക്ഷണങ്ങൾ, അങ്ങനെ എല്ലാ ടീമും ഇതിനോടകം ബുക്ക് ചെയ്തു. അതിനെല്ലാം പുറമെ ഈ നാട്ടിലെ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. വിവാഹത്തിന് നമ്മൾ മാത്രമേ ഉണ്ടാവൂ എങ്കിലും അന്ന് രാത്രിയിലുള്ള ആഘോഷങ്ങൾക്ക് എല്ലാവരെയും ക്ഷണിച്ചേക്കല്ലേ. വിവാഹം മാറ്റിവെക്കുന്ന കാര്യം എല്ലാവരെയും അറിയിക്കാൻ തന്നെ സമയം കിട്ടിയെന്ന് വരില്ല. ഈ പറയുന്ന എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഈ വിവാഹം പറഞ്ഞ സമയത്ത് നടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ച ആളെന്ന് കുറയ്ക്കുക എന്നതാണ്. പക്ഷേ വിവാഹ ചടങ്ങ് നടത്തണം. അവന്തിക പറയുന്നു, അതെ അച്ഛാ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയല്ലോ നമ്മൾ ഇതൊന്നും തീരുമാനിച്ചത്. ഇനി 4 ദിവസമേ ഉള്ളൂ വിവാഹത്തിന്. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യാൻ പോലും സമയമില്ല. പിന്നെ മാഷും അനുവാദം തന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സേതു പറയുന്നു, ഇതെല്ലാം മനുഷ്യരുടെ ഓരോരോ അവസ്ഥയല്ലേ. ധനുഷും സ്നേഹയും ഇനിയിപ്പോൾ ആ കാര്യങ്ങളെ ഓർത്ത് വെറുതെ ടെൻഷനാകണ്ട. നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ വിവാഹം നടത്താം. ഇനി 4 ദിവസം എന്ന് പറയുമ്പോൾ സമയം ഇങ്ങടുത്തു. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് സേതു പറയുമ്പോൾ നന്ദൻ പറയുന്നു, അച്ഛാ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവർക്കും ഡ്രസ്സും ആഭരണവും വാങ്ങണം. അത് എല്ലാവരും കൂടി അതിന് നീട്ടിക്കൊണ്ടു പോയാൽ ശരിയാവില്ല. ഇന്ന് തന്നെ പോയാലോ എന്ന് തീരുമാനിക്കുകയാണ്. ഇന്ന് തന്നെ എല്ലാവരുമായി പൊയ്ക്കോളൂ. അവരവർക്ക് ആവശ്യമുള്ളത് അവർക്ക് തന്നെ എടുക്കാമല്ലോ എന്ന് സേതു. ഞാൻ വരുന്നില്ല എന്ന് സച്ചി അപ്പോൾ തന്നെ പറഞ്ഞു. എൻ്റെ ഭാര്യയുടെ സഹോദരനും അനിയൻ്റെ ഭാര്യയും ഹോസ്പിറ്റലിലാണ്. ഞാനും അർച്ചനയും അങ്ങോട്ട് പോകും. പിന്നെ ഓഫീസിൽ എനിക്ക് അത്യാവശ്യം ചില ജോലിയുണ്ട്. എല്ലാവരും വിവാഹ തിരക്കിലായാൽ അതൊക്കെ പെൻഡിങ്ങിലായി പോകും. അതുകൊണ്ട് എന്നെ ആരും ഒന്നിനും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് സച്ചി അകത്തേക്ക് പോകുന്നു. അവൻ വരുന്നില്ലെങ്കിൽ വരണ്ട, നിങ്ങളെല്ലാവരും കൂടി പോയിട്ട് വാ എന്ന് സേതു ഇപ്പോൾ എല്ലാവരോടും പറയുന്നു. ഓരോരുത്തർ ഇങ്ങനെയായാൽ എന്ത് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് സേതു മുറിയിലേക്ക് പോകുന്നു. അവന്തിക്ക് ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അനഘയും മുറിയിലേക്ക് പോകുന്നു. സ്നേഹയോട് നന്ദൻ പറയാണ്, സ്നേഹയെ വന്നേ, എന്തൊക്കെയാണ് വാങ്ങേണ്ടത് എന്നുള്ളതിന് ലിസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് സ്നേഹയും കൂട്ടി പോവുകയാണ് നന്ദൻ. അവൻ്റെ അർച്ചനയോട് പറയുന്നുണ്ട്, ഒരു ലെവലേശം ഒളിപ്പില്ലാതെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ.
ഇപ്പോൾ ഇവിടെ കണ്ടതെല്ലാം ഒരു നാടകമായിരുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടെ അർച്ചന അവന്തിക ഒന്ന് നോക്കി. അവന്തിക വീണ്ടും പറയുന്നു, ഇവിടെയുള്ളവരുടെയൊക്കെ മനസ്സറിയാൻ ഞാനും ഇവനും കൂടി ഉണ്ടാക്കിയ ഒരു നാടകം. ജോത്സ്യനെ കൊണ്ട് വീണ്ടും അങ്ങനെ പറയിപ്പിച്ചത് ഞങ്ങളാണ്. ചിരിച്ചുകൊണ്ട് ധനുഷ് പറയുന്നു, തിരികെ എന്തെങ്കിലും ഒന്ന് പറയാനോ എന്തെങ്കിലും ഒരു ആയുധമെടുത്ത് പ്രയോഗിക്കാനോ കഴിയാതെ ഇങ്ങനെ നിരായുധയായി നിൽക്കുന്ന ഒരു കാഴ്ച വളരെ മുന്നേ ഞാൻ സ്വപ്നം കണ്ടതാണ്. ആ വിദൂര സ്വപ്നം ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴോ മനസ്സിൽ എന്തോ ഒരു സന്തോഷമാണെന്നറിയോ. എനിക്ക് അർച്ചനയെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. ഏതൊരു കാര്യം തീരുമാനിച്ചാലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഇനി പുറകോട്ടുള്ളൂ എന്ന ആ വാശിയാണ് എനിക്ക് ഇഷ്ടത്തിന് കാരണം. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, അർച്ചന കൂടി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എങ്കിലെന്ന്. താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടാം കേട്ടോ. ചിരിച്ചുകൊണ്ട് ചരിക്കുക, സ്നേഹം നടിച്ച് വെട്ടി വീഴ്ത്തുക, എല്ലാവരേക്കാളും പണത്തെ സ്നേഹിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളോടൊപ്പം കൂടാനുള്ള യോഗ്യത. എനിക്ക് 2 ദിവസം കൽപ്പിച്ചു തന്ന ആൾക്ക് ഞാൻ 4 ദിവസം തിരിച്ചു തരുന്നു. എൻ്റെയും സ്നേഹയുടെയും വിവാഹം മുടക്കാൻ. എല്ലാവരും കാണട്ടെ അർച്ചനയുടെ വാശിയും എടുക്കും ഒക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ധനുഷ് അർച്ചനയോട് വെല്ലുവിളിക്കുകയാണ്. അത്രയും പറഞ്ഞ് അഹങ്കാരത്തോടെ തന്നെ ധനുഷ് അവിടെ നിന്ന് പോകുന്നു. ദേഷ്യത്തോടെ അർച്ചന ഇപ്പോൾ 2 പേരെയും നോക്കി. അവന്തിക വലിയ അഹങ്കാരത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചന കിച്ചണിൽ നിൽക്കുന്നു. അവിടേക്ക് അനഘ വന്നു. ആ പറഞ്ഞതിനെ പറ്റിയൊക്കെ ടെൻഷനോടെ ആലോചിക്കുകയായിരുന്നു അർച്ചന. എഴുതി എന്ന് പറഞ്ഞ അനഘ അവിടേക്ക് വന്നിട്ട് പറയുന്നു, ഞാനൊരു കാര്യം പറയട്ടെ. ഇനിയിപ്പോൾ ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞാലും ആരും മരിച്ചു എന്ന് പറഞ്ഞാലും അവർ ഈ വിവാഹം നടത്തുമെന്ന് മാത്രമല്ല അതിനുവേണ്ടി എന്തും ചെയ്യാനും അവർ മടിക്കില്ല. പ്രത്യേകിച്ച് എൻ്റെ ചേച്ചി. ഇപ്പോൾ ഈ നടന്നതിനൊക്കെ പിന്നിൽ എൻ്റെ ചേച്ചിയുടെ ബുദ്ധിയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഈ വിവാഹത്തിനെതിരെ നിൽക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നവരുടെ വേണ്ടപ്പെട്ടവരെല്ലാം അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലാണ്. അതങ്ങനെ സാധാരണയായി സംഭവിക്കുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാനെന്നും അവരെന്തെങ്കിലും പറയുന്നത് നീ കേൾക്കുകയോ മറ്റോ ചെയ്തോ എന്നും അർച്ചന ചോദിക്കുന്നു. കേട്ടോ, അതുകൊണ്ടാണ് ഏട്ടത്തിയോട് ഞാൻ പറയാമെന്ന് കരുതിയത് എന്ന് അനഘ. എന്താണ് നീ കേട്ടതെന്ന് അർച്ചന ചോദിച്ചപ്പോൾ അവന്തിക ധനുഷിനോട് ഫോണിൽ സംസാരിക്കുന്നത് അനഘ കേട്ട കാര്യം ഇപ്പോൾ അനഘ അർച്ചനയോട് പറയുന്നു. സച്ചിയെ അപകടപ്പെടുത്തുന്ന കാര്യം ഇത് കേട്ടപ്പോൾ അർച്ചന ഞെട്ടി നിൽക്കുന്നു. അതേ ഏട്ടത്തി, ഞാൻ വ്യക്തമായി കേട്ടതാണിത്. അതിൽ നിന്ന് മനസ്സിലായി ഇതിന്റെ എല്ലാം പിന്നിൽ ചേച്ചിയാണെന്ന്. ഇനിയിപ്പോൾ അവർ ഉന്നം വെച്ചിരിക്കുന്നത് സച്ചിയേട്ടനെയാണ്. ഏട്ടത്തി, ഇതുപോലെ ഇങ്ങനെ തകർന്നു നിന്നാൽ കൂടുതൽ അപകടം ഇനിയും സംഭവിക്കും. വന്നതിനെ കുറിച്ച് ആലോചിച്ച് നിൽക്കാതെ വരാനുള്ളതിനെ തടയാൻ എന്ന ഒറ്റ ലക്ഷ്യവുമായി മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കൂ. അനൂപേട്ടൻ അപകടം നടന്ന സ്ഥലത്തേക്ക് വെറുതെ ഒന്ന് ഏട്ടത്തി പോണം. അതുവരെ പോയി ഒന്ന് മൊത്തത്തിൽ ഒന്ന് നോക്കണം. അവിടുന്ന് എന്തെങ്കിലും തെളിവ് നമുക്ക് കിട്ടുമെന്ന എൻ്റെ മനസ്സ് പറയുന്നത്. ചിലപ്പോൾ ഈ അപകടം നേരിട്ട് കണ്ട ആരെങ്കിലും അവിടെയുണ്ടെങ്കിലോ. അതുപോലെ തന്നെ സച്ചിയേട്ടനോട് ഒന്ന് സൂക്ഷിക്കാനും പറയണം. ഈ വിവാഹം നടക്കുന്ന അന്ന് വരെ സൂക്ഷിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെ നമ്മൾ കാണേണ്ടിയും അനുഭവിക്കേണ്ടിയും വരും. എനിക്ക് ഉറപ്പാണത് എന്ന് ടെൻഷനോടെയും വിഷമത്തോടെയും അനഘ അർച്ചനയോട് പറയുമ്പോൾ ഇത് കേട്ട് അർച്ചന ഒരു ഷോക്കായതുപോലെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദൻ റെഡിയായി നിൽക്കുകയാണ്. തൊട്ടരികിൽ തന്നെയുണ്ട് ധനുഷും. സ്നേഹയെ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ ഇതുവരെ എന്ന് നന്ദൻ വിളിച്ചു ചോദിക്കുന്നു. ഇവിടെ അടുത്ത് പോകണമെങ്കിൽ നീ ഇത്രയും സമയമെടുത്ത് ഒരുങ്ങുമെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നീ നല്ലണക്ക് ഒരുങ്ങുമല്ലോ. ധനുഷ് വല്ലാണ്ട് വിഷമിക്കുമല്ലോ എന്നൊക്കെ നന്ദൻ പറയുന്നു. സ്നേഹയോടൊപ്പം അവന്തികയും വരുന്നുണ്ട്. അതിന് ഞാൻ എന്തൊരുങ്ങാൻ, സമയമെടുത്തത് മുഴുവനും ഏടത്തെയാണെന്ന് സ്നേഹ. അച്ഛനോട് പറഞ്ഞിട്ട് പോകാമെന്ന് നന്ദൻ. അങ്ങനെ ഇപ്പോൾ 4 പേരും ഡ്രസ്സ് എടുക്കാനും ആഭരണം എടുക്കാനുമായി പോകുന്നു. അച്ഛനോട് യാത്ര പറയുന്നുണ്ട്. നിങ്ങൾ പോയിട്ട് വരാൻ സേതു പറയുന്നു. ഇവൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. പിന്നീട് ഒരു കുറവും വരരുതെന്നും സേതു. ഇവള് പറയുന്നത് മാത്രമല്ല, എൻ്റെ ഇഷ്ടത്തിനുള്ളതും കൂടി വാങ്ങിച്ചു കൊടുക്കാനാണ് ഞാനും കൂടി പോകുന്നത് എന്ന് നന്ദൻ പറയുമ്പോൾ സേതു പറയുന്നുണ്ട്, എന്നാ പിന്നെ നിങ്ങൾ സന്തോഷത്തോടെ പോയിട്ട് വാ, അച്ഛനെന്താ വരാത്തത് എന്ന് സ്നേഹ പറയുമ്പോൾ സേതു പറയുന്നു, എനിക്കുള്ളത് ഞാൻ പിന്നീട് പോയി വാങ്ങിച്ചോളാം. തൽക്കാലം നിങ്ങൾക്കുള്ളത് നിങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വരൂ. എന്നാലേ പോയിട്ട് വരാ അച്ഛാ എന്ന് സ്നേഹ. അങ്ങനെ ഇപ്പോൾ അവർ 4 പേരും പോകാൻ തുടങ്ങുമ്പോൾ പിറകിൽ നിന്ന് വിളിക്കുകയാണ് അർച്ചന. അവന്തിക ഏടത്തി എന്ന് വിളിച്ചു. എന്നിട്ട് അർച്ചന അവിടേക്ക് വന്നിട്ട് പറയുന്നു, എനിക്ക് ഏടത്തിയോട് ഒരു കാര്യം പറയണമായിരുന്നു. അതെന്താ മോളെ, അത്രയ്ക്ക് രഹസ്യമാണോ എന്ന് സേതു. രഹസ്യമൊന്നും അല്ല അച്ഛാ എന്ന് അർച്ചനയും. അവന്തിക അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ നടക്ക്, ഞാൻ ഇപ്പോൾ വരാന്ന്. സേതു മുറിയിൽ കയറി കഥ കടച്ചു. അർച്ചന അവന്തികയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. എന്താടി വേഗം പറ, എനിക്ക് പോകണമെന്ന് അവന്തിക. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം മറ്റാരും അറിയരുതെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ ഞാനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെ പുറത്തേക്ക് പറഞ്ഞു വിട്ടത്.
നിന്നോട് ഞാൻ പറഞ്ഞു നിന്റെ ഡയലോഗ് കേൾക്കാൻ എനിക്ക് സമയമില്ല എന്ന്. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് വേഗം പറഞ്ഞു തുലയ്ക്ക് എന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നു, എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അനൂപേട്ടന്റെ അപകടത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ അവന്തിക എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന്. ആ അപകടം അവന്തിക ആസൂത്രണം ചെയ്തതാണോ എന്ന്. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, ആണെങ്കിൽ അതിന് പിന്നിൽ ഞാനാണെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? എങ്കിൽ വേണ്ടപ്പെട്ടവരെ നോവിക്കാൻ ഞാനും തുടങ്ങും എന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നു, നീ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കേണ്ട. അനൂപിന്റെ ആ അപകടവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഞാനായിരുന്നു ഇതിന് പിന്നിലെങ്കിൽ നിന്റെ ചേട്ടൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരിക്കില്ലായിരുന്നു. ജീവിതം മരണം ഇത് രണ്ടിൻ്റെയും ക്രെഡിറ്റ് അവന്തികയ്ക്കുള്ളൂ. ഇതിനിടയിലുള്ള ഈ കൈയൊടിക്കലും കാലൊടിക്കലും ഞാൻ ആലോചിക്കാറേയില്ല. അതുകൊണ്ട് നിന്റെ ചേട്ടൻ ശ്രദ്ധയില്ലാതെ എവിടെയെങ്കിലും വണ്ടി ഓടിച്ചു കയറിയ കാര്യം തിരക്കി എൻ്റെ അടുത്തേക്ക് വരണ്ട. ഇരിക്കേട്ട് അർച്ചന ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ അവന്തിക വീണ്ടും പറയുന്നു, അതിന് നീ ഇതിന് മാത്രം ടെൻഷനാകാൻ വേണ്ടിയൊന്നും ഇല്ലല്ലോ. ജീവൻ തിരിച്ചു കിട്ടിയതിന് ഈശ്വരനോട് നന്ദി പറയുകയല്ലേ വേണ്ടത്. പിന്നെ സച്ചിയോട് ഒന്ന് സൂക്ഷിക്കാൻ പറയണം. വിവാഹം, വീട് പണി, അങ്ങനെ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ചില ആളുകൾക്ക് അപകടം പറ്റും. ആൾക്കാരുടെ കണ്ണേറ് കൊണ്ടുണ്ടാവുന്നതാ. അങ്ങനെയുള്ള കണ്ണേറിൽ സച്ചിയോട് പോയി പെടരുത് എന്നൊന്ന് പറഞ്ഞേക്കണേ. അങ്ങനെ മറ്റൊന്നും കൊണ്ടല്ല. ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നീ ഇതുപോലെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാതിരിക്കാനാ. നിന്റെ ഈ CID പണി നിർത്തി നിന്റെ ഭർത്താവിൻ്റെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്ക്. ചിലപ്പോൾ ഈശ്വരൻ കേട്ടാലോ. ഒരു സംശയക്കാരി വന്നിരിക്കുന്നു. അത്രയും പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുന്നു. ഒന്നും ചെയ്യാനാകാതെ നിൽക്കുകയാണ് അർച്ചന. ഇപ്പോൾ അനഘ പറഞ്ഞ കാര്യം അർച്ചന ഓർക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അനൂപിന് ആക്സിഡന്റ് ഉണ്ടായി ആ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അർച്ചന. എന്നിട്ട് ആ ചായക്കടയിലെ ആ ചേട്ടനോട് ചോദിക്കുന്നു, ഇവിടെയാണോ ഇന്നലെ ആക്സിഡന്റ് ഉണ്ടായതെന്ന്. അയാൾ പറയുന്നുണ്ട്, അതെ ഇവിടെയാണ്. ആ ഇടിച്ച വണ്ടി ഇവിടെ അടുത്തുള്ളത് വല്ലതുമാണോ എന്ന് അർച്ചന. എനിക്കറിയില്ല, ശബ്ദം കേട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും ആ വണ്ടി അങ്ങ് പോയി. നിങ്ങൾ ആരാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. എൻ്റെ ഏട്ടനെയായിരുന്നു വണ്ടി ഇടിച്ചതെന്ന് അർച്ചന പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അയാൾ. കാലിന് നല്ല പരിക്കുണ്ട്, ഹോസ്പിറ്റലാണെന്ന് അർച്ചന. ജീവനോടെ ഉള്ളത് തന്നെ ഭാഗ്യം. ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ ഞാൻ കരുതി ആള് തീർന്നെന്ന്. അങ്ങനെയുള്ള ഇടിയല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ചേട്ടനല്ലേ പറഞ്ഞത് ഒന്നും കണ്ടില്ലെന്ന്. പിന്നെ എങ്ങനെ നല്ല ഇടിയാണെന്ന് മനസ്സിലായി? അത് പിന്നെ കാണണമെന്നില്ലല്ലോ. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നിങ്ങളുടെ ചേട്ടൻ്റെ കിടപ്പ് കണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ ഇവരുടെ സംസാരം അവിടുത്തെ ആ പയ്യൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാനും കണ്ടതാണ് ഒരു ജീപ്പ് വന്ന് ഇടിക്കുന്നത്. അതൊരു ബംഗാളിയാണേ. ബംഗാളി നന്നായിട്ട് മലയാളം സംസാരിക്കുന്നില്ല, എന്നാലും മലയാളത്തിൽ തന്നെയാണ് കുറച്ചൊക്കെ പറയുന്നത്. അയാൾ സംസാരിക്കുന്നത് കേട്ട് ആ ചേട്ടൻ പറയുന്നു, നിന്നോട് ആരെങ്കിലും ചോദിച്ചോടാ? നിന്നിന്റെ നാവ് വെച്ച് മിണ്ടാതിരുന്നോണം. ദേ കൊച്ചെ, ഇവിടെ ആർക്കും ഒന്നും അറിയില്ല. ദേ ആ വീട്ടിൽ ക്യാമറയുണ്ട്. പിന്നെ ആ കൊച്ചിനെ വല്ലതും അറിയണമെങ്കിൽ അതിൽ പോയി നോക്കണമെന്ന് അയാൾ അർച്ചനയോട് പറയുമ്പോൾ അർച്ചന അങ്ങോട്ടേക്ക് നോക്കുന്നു. അവിടെ ആ CC ക്യാമറയിൽ നോക്കുകയാണ് അർച്ചന. ഒരു പ്രതീക്ഷയോടെ അങ്ങോട്ടേക്ക് നോക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.